ട്യൂഷൻ സെൻറ്റർ. ഈ വേശ്യകളുടെ കുട്ടികളെ അവരെ സാധാരണ സാമൂഹിക തലങ്ങളിലൊക്കെ അവരെ ഒറ്റപ്പെടുത്തിയിരുന്നു. അവർ പലരും സ്കൂളിൽ പോകാത്തവരായിരുന്നു. അതുപോലെ തന്നെ ഒരു ദയനീയമായ അവസ്ഥയായിരുന്നു. അപ്പം കള്ളുകൂടിയൻ, അമ്മ വേശ്യാവൃത്തിക്ക് പോകുന്നു, മാനസിക രോഗികൾ, സ്നേഹമില്ല, ഐക്യമില്ല, എന്നും കലഹവും മദ്യപാനവും കലഹവും വഴക്കും. ഈ കുട്ടികൾക്ക് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒറ്റപ്പെടുന്ന, മറ്റുള്ളവരെ കളിയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ എനിക്ക് തോന്നിയ ഒരു പ്രാർത്ഥനയിൽ തോന്നിയ ഒരു ആശയമാണ് ഇവർക്ക് വേണ്ടി ട്യൂഷൻ ആരംഭിക്കാമെന്ന്. അതിന് ചെയ്ത പണി, സെമിനാരിയിൽ നിന്ന് ഇതിനോട് താല്പര്യമുള്ള 3-4 പേരെ സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചു. സെമിനാരിക്കാർക്കാകെ പുറത്തു പോകാൻ പറ്റുന്നത് ഞായറാഴ്ചകളിലാണ്. അപ്പോൾ ഈ ഞായറാഴ്ചകളിൽ വന്ന് ട്യൂഷൻ പഠിപ്പിക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ തന്നെ ലിറ്റിൽ ഫ്ലവേഴ്സ് സെമിനാരിയിൽ നിന്ന് 4 ബ്രദേഴ്സ് ഇതേമാതിരി ട്യൂഷൻ എടുക്കാനായിട്ട് വന്നു. ട്യൂഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഫോർമൽ ട്യൂഷനൊന്നുമല്ല. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക ഷെഡിൽ. പിന്നെ 1-ാം ക്ലാസ്സുകാർ അടുത്തടുത്തിരിക്കും, 2-ാം ക്ലാസ്സുകാർ വേറെ, അങ്ങനെ 10-ാം ക്ലാസ് വരെയുള്ളവർക്ക് 2 പേരായിട്ട് അല്ലെങ്കിൽ 4 പേര് വന്ന് ട്യൂഷൻ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. ഇത് എല്ലാവരെയും നമ്മിലേക്ക് അടുപ്പിക്കാനായിട്ട് സഹായിച്ചു. കുട്ടികൾക്ക് വേണ്ടി ചെറിയ കലാപരിപാടിയും സ്പോർട്സും ഒക്കെ സംഘടിപ്പിച്ചു. ഇങ്ങനെ കുട്ടികൾക്കുള്ള ട്യൂഷൻ സെൻറ്റർ ആരംഭിച്ചു. കർത്താവേ, കിട്ടിയ നല്ല ദർശനത്തിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ തകർന്ന മക്കളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് ആദ്യം നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നത് മക്കളിലേക്കാണ്, ട്യൂഷനിലേക്കാണ്. മാതാപിതാക്കൾക്ക് താല്പര്യമായിരിക്കും. അങ്ങനെ ചെമ്മാച്ചന്മാർ ട്യൂഷന് വരുന്നു എന്ന് കേട്ട് കഴിയുമ്പോഴേക്കും പിള്ളേർ 4 വശത്തു നിന്ന് ഒരുമിച്ച് ഓടിക്കൂടും. അവർ ഓടിക്കൂടും, ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറും. ചില കലാപരിപാടിയും സ്പോർട്സും പാട്ടും ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തും. അതോടൊപ്പം തന്നെ ട്യൂഷനും. കർത്താവ്, ഈ ആശയം അവിടെ മാത്രമല്ല, പല സ്ഥലത്തും ഞങ്ങൾ പിന്നീട് തുടങ്ങി. എല്ലാ കോളനികളിലും തന്നെ ഇതുപോലെ ഷെഡുകളുണ്ടാക്കി ട്യൂഷൻ തുടങ്ങി. അത് വളരെയേറെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സഹായമായിരുന്നു. അപ്പോൾ മനുഷ്യരിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, അവരെ സഹായിക്കുമ്പോൾ തീർച്ചയായും അവരിൽ മാറ്റം വരും. മക്കളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാതാപിതാക്കളിലും മാറ്റം വരും. അവരെ ഒരുമിച്ച് കൂട്ടാനും ഷെയർ ചെയ്യാനും അവസരം ലഭിച്ചതിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.